എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് ചെയ്യുന്നത്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു പാനീയമാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് റോസ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാലിൻ്റെ അളവിനനുസരിച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് അര കപ്പ് വെള്ളം ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര പഞ്ചസാര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി നേരിട്ട് ഇത് കുറുക്കുകയാണെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് കട്ടായി പോവും. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് എന്തായാലും റെഡിയായി കിട്ടും. അപ്പോൾ ആദ്യം ഇത് നല്ല വെള്ളം പോലെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തിക്നെസ് ചെറുതായിട്ടൊന്ന് വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കത് ആ കയ്യിലിട്ട് ഇളക്കുമ്പോഴും മനസ്സിലാവും അതിൻ്റെ ആ തിക്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അത് അവിടെ ഏകദേശം നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നൂൽപ്പരുവ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഫ്ലെയിം ലോവിലേക്ക് ആക്കുക. അപ്പോൾ അതവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീര് പിഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി അളവ് കുറച്ചും കൂടി കൂട്ടണം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കയ്യിലില്ലെങ്കിലും ബീട്രൂട്ടിൻ്റെ ചാറ് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പനിനീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പനിനീരാകുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. പിന്നെ റോസിൻ്റെ എസൻസ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവണമെന്നില്ല. അപ്പോൾ പനിനീര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ അത്രയും ചേർക്കുന്നില്ല, എനിക്ക് ഇത്രയും ഫ്ലേവർ മതി, അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നെ ഈ മിശ്രിതം എന്നതിന് ശേഷമാണ് നമ്മളിത് റോസ് മിൽക്ക് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വയ്ക്കുക. തണുപ്പ് പോയതിന് ശേഷം നമുക്കത് റോസ് മിൽക്ക് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ മിശ്രിതം ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. ഞാനിത് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്നത് പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിക്കാതെയും പാല് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചിട്ട് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റോസിൻ്റെ ആ മിശ്രിതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം അതൊന്നും ചേർക്കാൻ പറ്റില്ല, അപ്പോൾ ഇത് റോസ് മിൽക്ക് ആവില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവെന്നൊക്കെ പറയുന്നത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 സ്കൂപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പതയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന റോസ് മിൽക്ക്. അപ്പോൾ നല്ല തണുത്ത് ഇരിക്കുന്ന റോസ് മിൽക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കി കുടിക്കാൻ മറക്കരുത്. കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ റെഡ് ഫുഡ് കളറിനൊക്കെ പകരം ഞാൻ പറഞ്ഞ പോലെ ബീട്രൂട്ടിൻ്റെ ആ ചാറ് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിഫ്രഷ്നും ഇതുണ്ടാവും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്